കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 4-7 വാർഡുകളിൽ ഉൾപ്പെട്ട പൊതു റോഡായ ഗോതമ്പ റോഡ് കൊട്ടക്കയം റോഡിൽ 100 മീറ്ററോളം ദൂരം സ്വകാര്യ ക്വാറി ക്രഷർ ഉടമകൾ കയ്യേറിയതായി പരാതി. കയ്യേറിയ റോഡ് തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഓംബുഡ്സ്മാനും തഹസിൽദാർക്കും പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസിയായ ചിറയിൽ മൻസൂർ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 4-7 വാർഡുകളിൽ ഉൾപ്പെട്ട പൊതു റോഡായ ഗോതമ്പ് റോഡ് കൊട്ടക്കയം റോഡിൽ 1.600 മീറ്ററിൽ 100 മീറ്റർ സ്വകാര്യ ക്രഷർ ക്വാറി ഉടമകൾ കയ്യേറിയതായാണ് പരാതി ഉയരുന്നത്. പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഈ റോഡ് 1600 മീറ്റർ ദൈർഘ്യമുണ്ടെങ്കിലും വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച മറുപടിയിൽ 1500 മീറ്റർ ദൈർഘ്യമെന്നാണ് കാണിക്കുന്നത്. ഗോതമ്പ് റോഡിൽ പ്രവർത്തിക്കുന്ന പോപ്സൺ ക്വാറി ആൻഡ് ക്രഷർ യൂണിറ്റാണ് പൊതു റോഡ് കയ്യേറിയിരിക്കുന്നത് എന്നാണ് ഗോതമ്പ് റോഡ് സ്വദേശി ചിറയിൽ മൻസൂർ എന്നയാൾ നൽകിയ പരാതി. പഞ്ചായത്ത് അധികൃതരും ക്വാറി മാഫിയയും തമ്മിൽ ഒത്തുകളിച്ചാണ് ഇത്തരത്തിൽ മാറ്റം വരുത്തിയതെന്നും പഞ്ചായത്തിൽ പരാതി നൽകിയിട്ട് കാര്യമായ മറുപടി ലഭിക്കാത്തത് മൂലം ജില്ലാ കളക്ടർ, ഓംബുഡ്സ്മാൻ, തഹസിൽദാർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇനി വിജിലൻസിന് കൂടി പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണെന്നും പരാതിക്കാരൻ പറഞ്ഞു. ഞാൻ ഈ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്ത് മറുപടി വാങ്ങി. റോഡിൻ്റെ നീളം സംബന്ധിച്ച് ഗോതമ്പ് റോഡ് കൊട്ടക്കയത്തിൻ്റെ നീളമാണ് ചോദിച്ചത്. അപ്പോൾ 1.500 തരുന്നത്. അത് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ആസ്തി രജിസ്റ്റർ പ്രകാരം 1.600 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് 100 മീറ്റർ പോകുന്നുണ്ട്. അത് തിരിച്ച് പൊതു റോഡ് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗത്തിലാക്കാനും വേണ്ടി ശ്രമിക്കണം എന്നാണ് അധികാരികളോട് പറയാനുള്ളത്. ഇത് പോപ്സൺ കമ്പനി അധികൃതമായിട്ട് കൈയേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓംബുഡ്സ്മാന് കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, ജിയോളജി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, അതേമാതിരി പഞ്ചായത്ത് സെക്രട്ടറിക്ക്, എഞ്ചിനീയർക്കും കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഇല്ലാത്തതുകൊണ്ടാണ് ഓംബുഡ്സ്മാനും ജില്ലാ കളക്ടർ, അതേമാതിരി പഞ്ചായത്ത് ഡയറക്ടർക്ക് സിവിൽ സ്റ്റേഷനിൽ അതും കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള 100 മീറ്റർ റോഡ് എവിടെ പോയി എന്നത് കണ്ടെത്തി തിരിച്ചു പിടിക്കണമെന്നും പരാതിക്കാരൻ മൻസൂർ ആവശ്യപ്പെട്ടു. ഈ റോഡ് ഇത്രയും കാലം ടാർ ചെയ്തത് ആരാണെന്ന ചോദ്യത്തിന് അറിയില്ല എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം പഞ്ചായത്തിൽ നിന്നും ലഭിച്ച മറുപടിയെന്നും പരാതിക്കാരൻ പറയുന്നു. പഞ്ചായത്തിൻ്റെ രേഖയിൽ പഞ്ചായത്ത് ചെയ്തതായിട്ട് എനിക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി തന്നിട്ടില്ല. പഞ്ചായത്ത് 2008 ശേഷമാണ് എഞ്ചിനീയർ വിഭാഗം നിലവിൽ വന്നതെന്നും ആ കാലഘട്ടത്തിൽ ഇത് ധാരിങ് ചെയ്തിട്ടില്ല എന്നും അതിന് മുമ്പുള്ള രേഖ 25 വർഷം മുമ്പുള്ളത് പഞ്ചായത്തിൽ തപ്പിയിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് വിവരം എനിക്ക് തന്നത്. അതായത് രണ്ടാമത് ഞാൻ കൊടുത്തു, ഇത് സ്വകാര്യ വ്യക്തികളോ കോറിക്കാരോ ചെയ്തതാണോ എന്ന് ചോദിച്ചിട്ട് വിവരാവകാശം വീണ്ടും കൊടുത്തു. അപ്പം പറഞ്ഞത് ബാധകമല്ല, ലഭ്യമല്ല എന്നുള്ള വിവരമാണ് പഞ്ചായത്തിൽ നിന്നും എനിക്ക് കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.